ദൈവത്തിൻ്റെത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പുദിന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ധ്യാന വിഷയം വിശ്വാസം. അതിനാധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ കുറുവാക്യം എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിനുറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആശിക്കുന്നുണ്ടോ? ആശിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ ആഗ്രഹിച്ച് ആശിച്ച് പ്രാർത്ഥിക്കുന്ന ആ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിച്ചു എന്ന് പറയുന്നതല്ല ബൈബിൾ പറയുന്ന വിശ്വാസം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്. ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയിലല്ല, വിശ്വാസത്തിലാണ്. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായടച്ചു, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ എരിഹോ മതിൽ നിലം പരിശാക്കി, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. എന്തൊക്കെ വിശ്വസിക്കുന്നുവോ, എന്തൊക്കെ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നുവോ, എന്തൊക്കെ ആശിക്കുന്നുവോ, ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എനിക്കായിട്ട് അത് ചെയ്യുവാൻ അവൻ ശക്തനത്രേ എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ ഇടവരും. ചെറിയ ഒരു കഥയിലൂടെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വിശ്വാസ ജീവിതം ഒരു വിത്ത് പോലെയാണ്. നാം അതിനെ പ്രാർത്ഥന കൊണ്ടും വചനത്താലും വിശ്വാസത്താലും പ്രവൃത്തിയാലും നടുന്നു. ആദ്യം അത് ചെറിയൊരു ചെടിയായും പിന്നെ അത് ശക്തമായ വൃക്ഷമായും വളരുന്നു. ആ വൃക്ഷം നമുക്കും മറ്റുള്ളവർക്കും തണലും ഫലവും നൽകുന്നു. എങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ വന്ന് ആ കൊമ്പുകളെ ആഞ്ഞടിക്കാം. ഇലകൾ എല്ലാം കൊഴിഞ്ഞു പോകാം, വേരുകൾ വരെ കടപുഴകി വീഴാം. പക്ഷെ ശ്രദ്ധിക്കൂ, ആ വിത്തുകൾ ഒരിക്കലും നശിക്കുന്നില്ല. അത് നൂറുകണക്കിന് പുതിയ വൃക്ഷങ്ങളുടെ ഉത്ഭവമായി മാറുന്നു. അതുപോലെ തന്നെ വിശ്വാസ ജീവിതം നശിച്ചു പോയെന്ന് തോന്നിയാലും അതിൽ നിന്നും പുതിയ ജീവനും പുതിയ വിശ്വാസവും പുതുശക്തിയും ഉത്ഭവിച്ച് പുതുജീവൻ തലമുറയായി ജീവനും തണലുമായിട്ട് വരും. വിശുദ്ധ പൗലോസ് പറയുന്നു, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം അതിൻ്റെ 9 വാക്യം, ഞങ്ങൾ വീഴുന്നു എങ്കിലും നശിച്ചു പോകുന്നില്ല. സഹോദരന്മാരെ, വിശ്വാസം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കൂ. ഈ നോമ്പ് നാളിൽ ക്രൂശിൽ യാഗമായ കർത്താവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരിച്ചും വിശ്വാസത്തിൽ നിലനിന്നും കർത്താവിൻ്റെ പാതയിൽ പിന്തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.